ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല നിയമനത്തിൽ സമവായത്തിലെത്തിയ കാര്യം സർക്കാരും ഗവർണറും ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. സാങ്കേതിക സർവകലാശാല VC-യായ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-യായ സജി ഗോപിനാഥിനെയും നിയമിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാരും ഗവർണറും ധാരണയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. കേസ് നാളെ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. ഇരുവിഭാഗവും സമവായത്തിൽ എത്തിയതിനാൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി നിയമനം സ്വയം നടത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പേരുകൾ നിർദ്ദേശിക്കാൻ ജസ്റ്റിസ് ദൂലിയ സമിതിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ തവണയും ഗവർണറും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്തായാലും സമവായത്തിൽ എത്തിയില്ല എന്ന മന്ത്രി ആർ ബിന്ദുവും പി രാജീവുമായിരുന്നു ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല നിയമനത്തിൽ സമവായത്തിലെത്തിയ കാര്യം സർക്കാരും ഗവർണറും ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാല VC-യായ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-യായ സജി ഗോപിനാഥിനെയും നിയമിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാരും ഗവർണറും ധാരണയിൽ എത്തി എന്നൊരു വിവരം ലഭിച്ചിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം അവർ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമവായത്തിലെത്തിയ കാര്യം എന്തായാലും സുപ്രീം കോടതിയെ അറിയിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായത്. അന്നൊരു കൂടിക്കാഴ്ചയിലും ഗവർണർ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി വന്നില്ല എന്ന്. എന്തായാലും ഇത്തവണ സമവായമായത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഒരു സമവായത്തിലേക്ക് എത്തിച്ചേർന്നത്. കേസ് നാളെ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. ഇരുവിഭാഗവും സമവായത്തിലെത്തിനാൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി നിയമനം സ്വയം നടത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു. പേരുകൾ നിർദ്ദേശിക്കാൻ ജസ്റ്റിസ് ദൂലിയ സമിതിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു.